ചിറ്റുടുപ്പിച്ചാലി ചോടുവേ ചിറ്റുടുപ്പിച്ചാലി ചോടുവേ ചോറുണ്ടല്ലോ എട്ടാമല്ലോ ചോറുണ്ടല്ലോ നമുക്ക് ഇതിന്റെ എട്ടാമതൊരു ചോറ് പോലും അപ്പൊ നമുക്ക് പിന്നെ ഇവര് കുങ്ഫു, കരാട്ടെ, എയ്ക്കിഡോ, ജിജിറ്റ്സു ഇതിൻ്റെ മാസ്റ്റേഴ്സാണ് കഴിഞ്ഞ ദിവസം നമ്മളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആ ആർട്ടിൽ, ആ ഒരു മാർഷൽ ആർട്ടിൽ, ആയോധന കലയിൽ പലതും നമ്മുടേതുമായിട്ട് സാമ്യമുണ്ടെന്നല്ല നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നും. സാമ്യതയുണ്ടെന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, അത് ഉണ്ടെന്ന്. അത് മനുഷ്യൻ ചെയ്യുന്ന പലതും തമ്മിൽ സാമ്യത കാണും. പക്ഷെ നമ്മൾ ആ പവർ കൊടുക്കുന്നതും നമ്മൾ ഒരു ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ചില പ്രത്യേകതകൾ, അതായത് അതിൻ്റെ ആ ടൈമിങ്, അതിൻ്റെ എഫക്റ്റ്, ഒരാളിലേക്ക് അത് ആഘാതം ഏൽപ്പിക്കുന്നതിൻ്റെ എഫക്റ്റ് ഒക്കെ അത്ഭുതകരമായി അവർക്ക് തോന്നിയെന്നും അത് ആ പറഞ്ഞ 3 മാസ്റ്റേഴ്സും 3 വിവിധ ആയോധന കലയുടെ വക്താക്കളാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ജീവിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ അപ്പം അങ്ങനെയുള്ള യുവാക്കൾ ഒരുപക്ഷെ അത് പിന്നെ അവരത് പഠിച്ചിട്ടുണ്ടാവാം, ഇല്ല കണ്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ധാരാളം യൂട്യൂബും ഇൻ്റർനെറ്റും ഒക്കെ അങ്ങനെയും കണ്ടിട്ടുണ്ടാവാം. അതിലൂടെ ഇവർക്ക് ഒരു കളരിപ്പയറ്റ് പഠിച്ച ആർക്കും ഏതും അനുകരിക്കാൻ സാധിക്കും, അങ്ങനെ വിശ്വസിക്കാം. അപ്പോൾ ഗുരുക്കളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശീലിച്ച കാലഘട്ടം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള പവറുകൾ നിങ്ങൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേട്ടറിവ് വെച്ച് പ്രായോഗികമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം അതിനെപ്പറ്റി യഥാർത്ഥത്തിലുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കളരിപ്പയറ്റിലുള്ള യുവത്വം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു തലമുറ അന്വേഷിക്കുന്നത്, അവർക്ക് പിടികിട്ടാത്തൊരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഒരു റിയലായിട്ടുള്ളൊരു ഫൈറ്റ്, ആ ഒരു മലയാളം വാക്ക് അതിന് ഉപയോഗിക്കാതെ ഇംഗ്ലീഷ് വാക്ക് അതിന് ഉപയോഗിച്ച റിയൽ ഫൈറ്റ് നമ്മൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം പലരിലുണ്ട്. എന്നാൽ ഇവരുടെ ഉള്ളിൽ, ഇവരുടെ ഗുരുക്കന്മാരുടെ ഉള്ളിൽ എല്ലാം ഇതുണ്ട് തന്നെ. അവർ എല്ലാവരും കഴിവുള്ളവരാണ് കളരിപ്പയറ്റ് മേഖലയിലെ ഗുരുക്കന്മാരെല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ച് ഗുരുക്കളുടെ അഭിപ്രായം എന്താ? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ പവർ അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ ശിഷ്യരിലേക്ക് പകർന്നു കിട്ടാതെ പോയിട്ടുണ്ടോ, അതോ പകർന്നു കൊടുത്തിട്ട് അവരത് പുറത്തെടുക്കാത്തതാണോ? അപ്പോ ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ആദ്യം മനസ്സിലാക്കുക, എന്റെയൊക്കെ പ്രായത്തിലുള്ള ആ സമയത്തെ കളരി ഗുരുക്കന്മാരും അതുപോലെയുള്ള ശിഷ്യന്മാരും അല്ല ഇന്നത്തെ തലമുറ. അന്നത്തെ എന്നേക്കാൾ മുമ്പുണ്ടായിരുന്ന ഗുരുക്കന്മാര് കാണുന്ന സമൂഹമല്ല ഇന്നത്തെ കാണുന്ന സമൂഹം. അപ്പോൾ അവരിൽ നിക്ഷിപ്തമായ വിദ്യകള് അവരുടെ അതിന് വേണ്ടുന്നതായ രീതിയിലുള്ള സിദ്ധി വരുത്താനുള്ള അനുഷ്ഠാന പരിശീലന ക്രമത്തിൽ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആർജിച്ചെടുത്ത് അത് ആത്മവിശ്വാസത്തോടുകൂടി ഒരു നേരിടേണ്ട ഘട്ടത്തിൽ അവർ നേരിട്ടിട്ട് വിജയവും തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. ഇന്നത്തെ തലമുറയും അന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഗുരുക്കന്മാർ, അന്നത്തെ ഗുരുക്കന്മാരെ അത്രയധികം ആദരവും ഭയവും ബഹുമാനത്തോടും കൂടിയാണ് സമൂഹം നോക്കിക്കാട്ടിയിരുന്നത്. അവര് ഈ നമ്മുടെ ശരീരത്തിലടങ്ങിയ സംഗമസ്ഥാനങ്ങളെ മർമ്മസ്ഥാനങ്ങളും മറ്റ് ഓടുകൈ ഒടുക്കുകൈ എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള പറ്റുകൈകളും കാര്യങ്ങളും ഇതൊക്കെ ആ രീതിയിൽ തന്നെ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ് അവർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല. എങ്ങനെ റിയലായിട്ടുള്ള ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വിനോദകലയായിട്ടോ വിനോദമുറയായിട്ടോ സ്പോർട്സ് അടിസ്ഥാനത്തിലുള്ള ഒരു മത്സരമായിട്ട് അന്ന് കരുതിയിരുന്നില്ല. ഒരിക്കലും വെറും കൈ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത് വലിയ അപകടകരമായ ഒരു സ്ഥിതി ഉണ്ടാക്കുമെന്നും
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നും അത് ചിലപ്പോൾ ഉടൻ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥാനങ്ങളുണ്ടെന്നും കാലാന്തരത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടുന്ന സ്ഥാനങ്ങളുണ്ടത് എപ്പോഴും പിന്നെ ഈ വേദനയുണ്ടാക്കുന്ന വിധത്തിലുള്ള വിചാരം എന്ന മാത്രമേ സ്ഥാനമുള്ളൂ വൈകല്യങ്ങൾ സംഭവിക്കാവുന്ന. അപ്പം ഇതൊക്കെ ഇവർ അന്നേ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വിശ്വസിച്ച് പോരുന്ന ഒരു ഗുരുസമൂഹവും അന്നത്തെ പുറത്തുള്ള സമൂഹവും നോക്കിക്കണ്ടിരുന്നു. അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്നത്തെ തലമുറ ഇന്ന് നമ്മളെ പിന്നെ ഇത് കുറച്ചുകൂടി പരിഷ്കരിച്ചിട്ട് ഈ പറഞ്ഞ കരാട്ടെ ആയാലും ഉഫ് ആയാലും നമ്മൾ നേരത്തെ താഴ്ചയായാലും ഇതുപോലെയുള്ള സ്പോർട്സ് രീതിയിൽ ഇതെങ്ങനെ സംഘടിപ്പിക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെറുങ്കൈ എന്ന രീതിയിൽ മത്സരം സംഘടിപ്പിക്കാം എന്ന രീതിയിൽ ആലോചിച്ചിരുന്നില്ല. അന്ന് കാഴ്ചയംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം അംഗം നടത്തുന്ന സ്ഥലത്ത് ഒന്നുകിൽ ഒരാളുടെ മരണത്തിലും മറ്റൊരാളുടെ വിജയത്തിലും കലാശിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു സമൂഹം നിൽക്കുമ്പോൾ എന്തായാലും ദുർബലരായ മനസ്സുകൾക്ക് ഒരാളുടെ മരണം, ഒരാളുടെ രക്തം ഞാനിപ്പോൾ കാണാൻ പോകുന്നു എന്ന മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നും അത്യാവശ്യം ഒരു ഇന്റർവൽ ഈ കാഴ്ചയംഗത്തിലൂടെ കൊടുക്കും. അതും വളരെ ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുമെങ്കിലും അതും നല്ല കാഴ്ചയായിരിക്കും, അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയായിരിക്കും. അതിൽ മലക്കങ്ങളും മറ്റു പല വളച്ചാട്ടം മറ്റേ പിന്നെ വീശൽ ഇതൊക്കെ വിരോധമായിട്ട് ആസ്വദിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ അംഗം തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് ആലോചിച്ചേ ഇരുന്നില്ല എന്നർത്ഥം. പക്ഷെ എന്നാലും വാളുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് ആലോചിച്ചിരുന്നു. അത് അതിന് ആവശ്യമാണ്, ആ ഒരു വിഭാഗത്തിന് ആവശ്യമായിരുന്നു. അത് ജീവിതത്തിന്റെ ജീവിതമാർഗമാണത്. ഒരാളെ എനിക്ക് പറഞ്ഞോണ്ട് അംഗം പിടിച്ച് കൊല്ലണമെന്നും എന്നാലേ എൻ്റെ കുടുംബത്തിനും എൻ്റെ പിന്നെ മക്കൾ കുട്ടികൾക്കും മറ്റേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ രീതിയിൽ പരിശീലിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള അംഗങ്ങൾ ചരിത്രത്തിൽ കുറവാണ്. നടന്ന അംഗങ്ങൾ ഒരു കാലഘട്ടം ഒരുപാട് അംഗങ്ങൾ നടന്നിരിക്കാം. ഇത് നാട്ടിൽ നല്ല രീതിയിൽ പേരുകളുള്ള തറവാടുകളിലെയും അവരുടെ പിന്നെ ബന്ധുക്കളുടെയും പാട്ടുകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പൊ അന്ന് പക്ഷെ ഈ വെറുകൈ എന്നുള്ള മുറ അവർ ചിന്തിച്ചിരുന്നില്ല. അങ്ങോട്ട് ഒരു മത്സര ഇനമായിട്ട് ചിന്തിച്ചിരുന്നില്ല. വെറും കൈ എന്ന് പറഞ്ഞത് ഞാൻ പറയാം. നമ്മളിപ്പോ ഇവിടെ പിന്നെ അടിക്കൈ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടിക്കൈ. അടി എന്നത് കൈകൊണ്ട് നിവർത്തടിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു നല്ലൊരു ശതമാനമുണ്ട്. അപ്പൊ ആ അടിക്ക് എന്തെല്ലാം പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതാണ് കണ്ടത്. ആ രീതിയിലാണ് ചിന്തിച്ചത്. അടി എന്നത് ഇപ്പൊ സാർവത്രികമായി തന്നെ ഇപ്പോൾ നമ്മളെ തെക്കൻ സമ്പ്രദായത്തിൽ അടിതട എന്ന് പറയും. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നാൽ അടിമുറ എന്ന് പറയും. മറ്റേ ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അടിക്കാരെന്നും പറഞ്ഞു. ഇവിടെ വലിയ അടിക്കാരനാണ് എല്ലാ സ്ഥലത്തും നാടനടിക്കാർ. അപ്പൊ അതിന് വലിയ സ്ഥാനവും കൊടുത്തിരുന്നു. ഓരോട് അങ്ങനെ കളിച്ചുകൂടാന്നുള്ള രീതിയിൽ ഈ അടി എന്നത് വാസ്തവത്തില് വളരെ ശാസ്ത്രീയമായി ഈ പറയുകയാണെങ്കിൽ അത് ലോകാടിസ്ഥാനത്തിലുള്ള കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുലയൂട്ടുന്ന അവസരത്തിൽ അമ്മയെ അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആദ്യ അടി അവിടെ തുടങ്ങുന്നു. ഏത് കുട്ടിയായാലും, ഏത് ഇംഗ്ലീഷ്, ഏത് പാശ്ചാത്യരായാലും, ഏത് കുട്ടിയായാലും ഇത് ചെയ്തിരിക്കും. ഈ കുട്ടി ഈ അമ്മിഞ്ഞ കൊടുക്കുമ്പോൾ അമ്മിഞ്ഞ വായിൽ നിന്നും അവന്റെ സമ്മതമല്ലാത്ത, തൃപ്തികരമല്ലാത്ത സ്ഥിതിയിൽ ഉണർവെടുത്തുമ്പോൾ സ്വാഭാവികമായി അടിക്കും. അത് അമ്മയുടെ മുഖം അവിടെ തുടങ്ങുന്നു. ഇവന്റെ പ്രതിഷേധത്തിൽ നിന്ന് അടി.
അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വതസിദ്ധമായ ജന്മസിദ്ധമായ ആക്രമണ ത്വര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്രമണ ശൈലി എന്ന് പറയുന്ന അടി തന്നെയാണ്. പക്ഷെ അടിക്ക് പ്രതിരോധം വേഗം സൃഷ്ടിക്കാനും പറ്റും. അതിന്റെ അടിസ്ഥാനം അത് കളരിപ്പയറ്റിന്റെ ഒരു കുഴപ്പമായിട്ട് കരുതാം. കളരിപ്പയറ്റ് തീർച്ചയായിട്ടും അടിയടി. അപ്പോ എന്നോട് ഒരു 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 ഇതുപോലുള്ള സാഹസം വെച്ചിട്ട് ഗുരുക്കൾ പോലും പിന്നെ അവിടുത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗുരുക്കൾ തന്നെ ഇടി മുഷ്ടി പ്രയോഗം കളരിപ്പയറ്റില്ല, കളരി ഗുരുക്കളാണ് പറയുന്നത്. അത് ഒരു ആ കാലഘട്ടത്തിൽ അങ്ങനെ മുഷ്ടി പ്രയോഗമില്ല, അറിയപ്പെട്ടിരുന്നില്ല. അടിക്കാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഞാൻ സ്വകാര്യ പിന്നെ ഇവരെ കുട്ടികളെ മുമ്പാകെ പറയാറുണ്ട്. അത് ഞാൻ അയാളോട് സ്വകാര്യം പറഞ്ഞു, ഇത് തെറ്റാണ്, നിങ്ങളെ ധാരണ തന്നെ തെറ്റാണ്. കംസന്റെ ശരീരം കാക്കാൻ ഏറ്റവും പിന്നെ ഈ മുഷ്ടനായിട്ടുള്ള ഒരാളെ പേരെന്താണെന്നറിയോ? മുഷ്ടി എന്നാണ്. അയാൾ മുഷ്ടി പ്രയോഗത്തിൽ ഏറ്റവും വിദഗ്ധനായതുകൊണ്ടാണ് ആ പേരിട്ട്. അപ്പൊ അത്ര 5000 വർഷങ്ങളെ കളരിപ്പയറ്റ് നിന്നും അങ്ങനെ അവകാശപ്പെടാനില്ല. അതുപോലെ ശേഷിപ്പാറാ നമ്മൾ അവരുപയോഗിച്ച പ്രയോഗത്തിൽ നിന്നും അവരുടെ ശേഷിപ്പാറാ നമ്മൾ അവരിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഈ മുഷ്ടിപ്രയോഗം ഇല്ലെന്നും പറയരുത്, ഇനി പറഞ്ഞു പോകുന്നു. അല്ല, അത് തന്നെയല്ല, മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുന്ന ഏത് ചലനവും അവൻ എടുക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ റൊട്ടേഷൻ വരുന്ന ഒരു മൂവ്മെന്റ് ആയിരിക്കും കൈ, അതല്ലെങ്കിൽ പുറകോട്ട് വലിച്ചിട്ട് എടുക്കുന്നതായിരിക്കും കൈ. അപ്പൊ അതിനൊരു പിന്നെ എന്താ പറയുക, അതിനൊരു തട വരുമ്പോ നേരിട്ട് ഉള്ള പ്രയോഗത്തിലേക്ക് ഏത് ഗുരുക്കളാണെങ്കിലും കടക്കാതിരിക്കില്ലല്ലോ. ഏത് സമ്പ്രദായത്തിലാണെങ്കിലും അത് ഉണ്ടാവും. അതല്ലാതെ തന്നെ നമ്മള് ശരിക്കും കളരിപ്പയറ്റിന്റെ ഒരു ചിട്ടവട്ടങ്ങൾ നോക്കിയാല് ഇപ്പൊ നമ്മള് മെയ്പ്പയറ്റ് വടക്കുള്ള സമ്പ്രദായങ്ങൾ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മെയ്പ്പയറ്റിൽ തുടങ്ങി ഏകദേശം ആയുധപ്പയറ്റുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ തന്നെ ഇവന്റെ ശരീരത്തിലേക്ക് ഈ ഇപ്പൊ കൈകുത്തിപ്പയറ്റിന്റെ എടുത്താൽ തന്നെ അതിന്റെ ഒരു ശക്തി, പവർ എല്ലാം കൈയടിച്ച് കൈ നീട്ടിയുടെയൊക്കെ അതിലൂടെ സ്വാംശീകരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇവൻ അറിയാതെ തന്നെ ഇത് സ്വാംശീകരിക്കപ്പെട്ട പവർ ഇവനുണ്ടെന്ന് ഇവന് ധരിക്കുന്നില്ല, ഇവന് ഒരു ആത്മവിശ്വാസം വരുന്നില്ല. അപ്പൊ ആ പവർ ഇവനുണ്ടെന്നുള്ളത് ഇവനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ പരസ്പരം ഒരു ഫൈറ്റ് ഡിസൈൻ ചെയ്യണം. നമുക്ക് ആലോചിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഞാൻ ആദ്യം നമ്മളെ KFI ഈ സംഘടന രൂപീകരിച്ചു, അതിന്റെ എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ തെരഞ്ഞെടുക്കുകയും അതിന്റെ എത്തിക്സ് കമ്മിറ്റിയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. കളരിപ്പയറ്റിന് ഇത് അംഗീകരിക്കാവോ, വെറും കൈ മത്സരം കളരിപ്പയറ്റിന് ഇത് അംഗീകരിക്കാവോ ആമോ എന്ന്. അപ്പം ഇതിന്റെ പിന്നെ ഷിയാദ് മറ്റവരൊക്കെ എന്താണ് ഗുരുക്കൾ അങ്ങനെ പറഞ്ഞു നമ്മൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു കളരിപ്പയറ്റിൽ ഇവരിക്കാണെന്ന് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ മറ്റുള്ള ആയോധന മുറയിൽ പോലെ ശരീരത്തിൽ ഇതുപോലെയുള്ള ക്ഷതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പല അപകടങ്ങളും അപകട മരണങ്ങൾ വരെ സംഭവിക്കാനുള്ള സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരു ഇപ്പം ആയോധന മുറയിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഈ മരണം സംഭവിക്കും ചിലപ്പോൾ, അറിയുന്ന ആൾ ചെയ്താൽ അത് അങ്ങനെ വരും എന്ന് പറഞ്ഞു. അതെന്താ അറിയുന്ന ആള്? അപ്പോൾ അറിയുന്ന ആള് അങ്ങനെയാണ് ഇതിന്റെ ശ്വാസഗതി മനസ്സിലാക്കും, ഇതിന്റെ ദിശ മനസ്സിലാക്കും, മർമ്മത്തിന്റെ ദിശ മനസ്സിലാക്കും, ഇത് എപ്പോഴും ചെയ്യണം എന്നുള്ള സമയമുണ്ട് അത് മനസ്സിലാക്കും. ഇതൊക്കെ ചെയ്തിട്ട് വേണം ചെയ്താൽ ഈ പറഞ്ഞ മഴ ഇതിൻ്റെ അകത്ത് പറയുന്ന മർമ്മ ലക്ഷണം എന്ന് പറയുന്ന രീതിയിൽ ലക്ഷണം കാണിക്കും. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ MMA പോലുള്ള ഫൈറ്റിലും ഈ റിയൽ ആയിട്ടുള്ള ഫൈറ്റില് പല രീതിക്കുള്ള ഫൈറ്റ് ഉണ്ട്, തൊട്ടെടുക്കുന്നുണ്ട്, ടച്ച് ആൻഡ് പുൾ ബാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ ഈ വളരെ ഹാർഡായിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കൊള്ളുന്നുണ്ട്. ഇവർക്കൊക്കെ ഒന്നും സംഭവിക്കില്ല. കാരണം അവര് ഇതിനു വേണ്ടി വിഷകല എന്ന് പറയുന്ന രസത്തെ ശരീരമാസകലം പ്രവേശിപ്പിച്ച്, ഇപ്പൊ ഉദാഹരണം നമ്മൾ ഒരു ഷോ എന്നുള്ള രീതിക്ക് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം അതിന് സജ്ജമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ആ സമയത്ത് ഇത് പറ്റില്ല. ആ സമയത്ത് എളുപ്പമല്ല.
ഈ ശരീരമാസകൻ മുറിവ് പോലും നല്ല മുറിവ് പോലും പറ്റിയാൽ ആ സമയം അദ്ദേഹം അറിയുന്നില്ല. ഇദ്ദേഹം കാണണം രക്തം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാണെങ്കിൽ അത്ര വീര്യത്തോടും ചെയ്യുമ്പോ അത് ശരീരം ആ രീതിയിലാണ് സജ്ജമായത്. അത് ഇവിടുത്തെ ഗുരുക്കള് വാസുദേവൻ ഗുരുക്കൾ പറഞ്ഞ പോലെ ഈ പണ്ടുള്ള ചേകവന്മാര് വീരമുദ്ര ധരിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെ, അച്ചാരമുദ്ര. അത് എപ്പോഴും വേണമെങ്കിലും ആവശ്യത്തിന് ഇവർക്ക് ധരിക്കാൻ പറ്റും. വിരോധം വേണ്ടെന്നർത്ഥം. ഒരു ശത്രു എന്നുള്ള രീതിയിൽ ഇവരെ ജോലിയാണത്. ഒരേ സംബന്ധിച്ചിടത്തോളം ഈ അംഗം ചെയ്യുക എന്നത് ഒരു ജോലിയുടെ ഭാഗം. ശത്രുതയില്ല അവിടെ. പക്ഷെ അവനെ കൊന്നാലേ രക്ഷയുള്ളൂ ഇയാൾക്ക്. എന്നാൽ അതിനു വേണ്ടിയിട്ടാണ് അയാളെ കൊല്ലേണ്ടി വരുന്നത്. അപ്പൊ അതിന് ഒരു ശത്രുത എനിക്ക് ഉണ്ട് എന്ന് വരുത്താൻ വീരമുദ്ര ഈ രസത്തെ ശരീരമാസകരം വ്യാപിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. വീരമുദ്ര അത് അത് ധരിച്ചാലെത്താണ്ടാവുക ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കൊല്ലുക എന്ന ഒരു രീതിയിലേക്ക് മൈൻഡും ഹൃദയവും മനസ്സും ശരീരവും എല്ലാം തയ്യാറായിരുന്നു. അവിടെ ചെറിയ ഒരു മുറിവോ കാര്യങ്ങളോ ഇതൊന്നും അറിയില്ല. പക്ഷെ ഇതല്ലാത്ത രീതിയിലുള്ള ഒരു ആദ്യം പറയണമെന്ന് ഇതല്ലാത്ത രീതിയിൽ ഒരു സൈന്യം ഉണ്ടായിരുന്നു പോലും ദ്വാരകയിൽ മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഈ എങ്ങനെ ഒരു ബന്ധങ്ങളില്ല, ആ രീതിയിൽ തന്നെ കൊണ്ടിട്ട് വളർത്തുക ഇവരെ. ഒരു തരത്തിലുള്ള ബന്ധങ്ങളില്ല. എന്തവയവം മുറിഞ്ഞു പോയാലും അതിനനുസരിച്ചിട്ടുള്ള അവയവം ഈ യുദ്ധ സമയത്ത് ഉണ്ടാവും ഈ ശാലയിൽ. അത് വെച്ച് കെട്ടിക്കൊടുക്കും, നെഞ്ചുകൂടി പിന്നെയും പോകും. അവരങ്ങനെ വേദനയില്ല, ദുഃഖമില്ല, ഒരു വികാരമുള്ള ഭക്ഷണം ഒറ്റ വികാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു താഴ്ന്ന രീതിയിൽ നമ്മൾ ഒറ്റപ്പെടുന്നത് ഇത്തരം സന്ദർഭത്തിൽ അതിന്റെ ഒരു താഴ്ത്ത നിലയിൽ എത്തുന്നുണ്ട് നമ്മൾ പോരാട്ട വീര്യം എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കരാട്ടക്കാരും ആ രീതിയിൽ എത്തുന്നുണ്ട് ആ സമയത്ത്. അത് ഒരു ഗ്ലാൻഡിന്റെ അത് നമ്മൾ നേരിട്ട് ഇപ്പൊ എന്നോട് ഗുരുക്കളി ചോദിച്ചോട് ഷട്ടലെല്ലാം കഴിച്ച് ഒരു റൗണ്ട് ബെയർ ബോഡിയിൽ ഇടിച്ച് കഴിച്ച് തടവില്ല. കുറെ ഇടിച്ച് അയാളുടെ ശിഷ്യനും എന്നോട് ഗുരുക്കളെ കൂടി അയാള് വർമ്മയില്ലാന്നുള്ള തെളിയിക്കുക. ബ്ലാക്ക് ബെൽറ്റ് ആണ് ഡിഗ്രി ഇയാള്. അപ്പൊ കളരി ഗുരുക്കളുവാ, ഇന്നും ഗുരുക്കള ഇന്നും ഉണ്ടാണ്, അവിടെ പേര് പറയാത്ത. അപ്പൊ അങ്ങനെ കടി ഇടിച്ച് എന്നോട് ചോദിച്ചാ ഇങ്ങനെ പിന്നെ നെഞ്ചില് 9 മാർമുണ്ടെന്ന് തന്നെ പറയുന്നത്. എവിടെയാണ്? ഞാനിങ്ങനെ കണ്ണൂർ ജില്ലയിൽ പോയി, കോഴിക്കോട് ജില്ലയിൽ പോയി, വയനാട് ജില്ലയിൽ പോയി, തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. മറ്റേതെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ ഒന്നും എന്നെ ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ല. എനിക്ക് പിന്നെ ഞാൻ അവരുമായിട്ട് വെല്ലുവിളിച്ച്, എന്നിട്ട് പോലും അവര് എടുക്കുന്നില്ല. അവർക്ക് അറിഞ്ഞൂടാ, അങ്ങനെ തെളിയിക്കാനാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും വന്നത്. നിങ്ങൾക്ക് ആവോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇവിടെ പറഞ്ഞോട്ടെ ഇവരൊടുക്കും പോകുമല്ലോ, ഇതുപോലെ അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞമ്പ് ഗുരുക്കളുണ്ട്. അദ്ദേഹത്തെ അവിടെ പോയിട്ട് ഇവൻ പോയിട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടോ. എന്നിട്ട് അയാൾ എന്നെ പുറത്ത് തട്ടി പറഞ്ഞു പോലും അയാൾ നല്ല ഗുരുക്കളാ മോനെ, എനിക്ക് യാതൊരു വിവരമൊന്നും ഇല്ല, ഇനി കാണിക്കുന്ന പോലെ പോയിക്കോ ഇവൻ എന്നോട് പറയാ നിനക്ക് കുഞ്ഞമ്പ് ഗുരുക്കളൊന്ന് അടിക്കണം തോന്നി. എനിക്ക് അതിനെപ്പറ്റി വിവരമില്ല എന്ന് പറഞ്ഞോണ്ട് വിവരമില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അടിക്കണം എന്ന് തോന്നിയിരുന്നു. അപ്പൊ ഇവന്റെ മനോഭാവം അതല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതായിക്കോട്ടെ. അപ്പൊ പരസാറുള്ള നമ്മളെ അർഷയോളോ പരസാറുള്ള നാരങ്ങ കുടിച്ച് ഞാനാണ് രണ്ടുപേര് ഗ്ലാസ് വലത്തേക്കൈ വാങ്ങിയിട്ട് ഇടത്തേക്കൈ ഒറ്റടി കൊടുത്തു. ഞാനങ്ങ് പോയി. അപ്പം ശിഷ്യൻ എന്റെ പിന്നാലെ അടുക്കളയില് എന്തെങ്കിലും ചെയ്യണം, ശ്വാസം മുട്ടിട്ടുണ്ടല്ലോ കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കളിച്ചോട്ടെ സാറില്ല, ഞാൻ അങ്ങോട്ട് വരും. എല്ലാവരും കളിയായിരുന്നു. എന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് വേഗം ഈ സാഹസാനുഭവം
അപ്പൊ ഞാൻ കണ്ടത്. അപ്പൊ എന്റെ കാലിന് പിടിച്ചു. അപ്പൊ പിന്നെ ഞാൻ ഒരു ഗുരുക്കളല്ലേ, അപ്പൊ ആ നിലക്ക് അതിന്റെ സംഗതി പറഞ്ഞു കൊടുത്തു. ഓ ഇത് നിങ്ങൾ ഈ ബ്ലാക്ക് ബെൽറ്റും ഇതെല്ലാം ഇടിച്ചു കാണിക്കുന്നത് നിങ്ങൾ ശരീരം ആ ഒരു രീതിയിൽ സജ്ജമാക്കുകയും നിങ്ങളിപ്പോൾ ഇടിച്ചു കാണിച്ചത് ആ രീതിയിൽ ഇടിക്കൊള്ളുകയും ഇടിക്കുകയും എന്ന ഒരു കർമ്മത്തിലേക്ക് ഞാൻ പോകുന്നു എന്നും അതിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ ചെയ്ത എന്താ, നിങ്ങളുടെ ശരീരം പോലും അറിയാത്ത രീതിയിൽ വെറുതെ നിങ്ങൾ ഉപയോഗിച്ച ശക്തിയുടെ ഒരു 10-1 ഭാഗയിലെ ഞാൻ വെറുതെ തട്ടുന്നത്. അപ്പൊ നിന്റെ ശ്വാസത്തിന് വ്യത്യാസം തടസ്സങ്ങൾ വന്നു. ഇത് തന്നെയാണ് ഇതിനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ശേഷം ഒരു അയാൾക്ക് തൃപ്തനായി. പിന്നെ ഇനിയൊരു ജില്ലയിലും ഞാൻ പോകുന്നില്ല, നേരെ വീട്ടിലേക്ക്. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യത്തിലുണ്ട്. പിന്നെ വേറൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ദിശ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു നമ്മൾ ഫൈറ്റിൽ നിരത്തി കിടത്തിയിട്ട് എൽബോണ്ട് വരെ ഒരു സ്ട്രൈക്ക്. ഈ ദിശ എന്ന് പറയുന്നത് ഇതിന്റെ വ്യാപനം എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു പോയിന്റിൽ കൊള്ളാത്തതും ഇതിനൊരു വിഷയമാണ്. പല രീതിയിലുള്ള അളവുണ്ട് ഇതിന് മർമ്മത്തിന്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് തൊണ്ടക്കുഴി പിന്നെ ചുമച്ചുകൊണ്ടേയിരിക്കുന്നു. ചുമ എന്ന വർമ്മമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ചുമ എന്ന് പറയുന്നത് മർമ്മം. അത് ഇവിടെ കേൾക്കുന്നവർക്കും വേണമെങ്കിൽ പരീക്ഷിക്കാം, അല്ലെ ഞാൻ വേണമെങ്കിൽ ഞാൻ പരീക്ഷിച്ചു തരും, വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അത് താഴോട്ടേക്ക് ഇത് ഇത്ര അങ്ങോട്ട് കയറ്റിയാൽ തന്നെ ചുമച്ചോളൂ. ദിശയിൽ കാരണം നേരെ അതാണ് ഞാൻ പറഞ്ഞത്. നേരെ വന്നാല് നേരെ മനസ്സിലായി. അപ്പൊ അതെന്തുകൊണ്ടാന്നല്ല പിന്നെ ചിന്തിക്കുക, അതെന്തുകൊണ്ടാ ഞാനിത് ഞെക്കി നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാം ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട്. അല്ല, അതുപോലെ തന്നെയുള്ള തലയുടെ മർമ്മം ഇല്ലെന്ന് പറയുമ്പോഴും ഇപ്പൊ ഞാൻ പറയാം, ആക്സിഡന്റ് കാഷ്വാലിറ്റി യൂണിറ്റിൽ നിൽക്കുമ്പോ പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചിലപ്പോ തലയൊക്കെ പെട്ടിപ്പിളർന്ന ആള് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരും. ഒരു ബ്ലഡ് പോലും വരാതെ അകത്തേക്ക് കൊണ്ടുപോയ ആള് ഡെത്തായിട്ടായിരിക്കും. നോക്കുമ്പോ അതിനൊരു 1-2 സ്ഥാനങ്ങളുണ്ട് തലയിൽ. അപ്പൊ ഞാനൊരു ഡോക്ടറുമായിട്ട് ഇതിന്റെ കുറച്ച് പഠനം നടത്തി. അപ്പൊ അയാൾ പറഞ്ഞു, ഇതിൽ നിങ്ങൾ പറയുന്ന ഒരു സ്ഥാനം അത് ഗേറ്റ് വേ ടു ബ്രെയിൻ, മെയിൻ എൻട്രൻസ് ടു ദ ബ്രെയിൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അവിടെ അറിയിക്കുമ്പോൾ അമ്മോട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തലച്ചോറിനകത്ത് ബ്ലഡ് പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് പരമാവധി ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഫൈറ്റിങ്ങിൽ അവിടെ ആ പറഞ്ഞ ദിശയിൽ ആ പറഞ്ഞ പോയിന്റിൽ കൊള്ളിക്കാൻ ലേശം ബുദ്ധിമുട്ട്, എളുപ്പമല്ല. അതുപോലെ തന്നെയാണ് ഒരു ബൈക്കിൽ നിന്ന് വീഴുമ്പോഴും ആ ഭാഗം അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അവിടെ അവന്റെ നിർഭാഗ്യവശാൽ അവിടെ ആ സ്പോട്ടിൽ അങ്ങനെ ഒരു കല്ലുണ്ടെങ്കിൽ നിവൃത്തിയില്ലാതെ വരുന്നത്. അപ്പൊ അതിന്റെ ആഘാതം അനുസരിച്ച് ദിശ അനുസരിച്ച് അതുപോലെ തന്നെയാണ് മർമ്മസ്ഥാനത്ത് മർമ്മത്തിന്റെ. പിന്നെ ഇത് പറ്റിയിട്ട് കാലാന്തര പ്രാണഹരം എന്ന് പറയുന്നത് പറ്റിയ ഒരാള് പിന്നീട് എന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രമിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു. അതുപോലെ തന്നെ ഇവർ ഈ പിന്നെ ഇടിയൊക്കെ വാങ്ങി വെക്കുന്നവർ എന്തായാലും ശ്വാസഗതിക്ക് അനുസരിച്ചിട്ട് ഒന്ന് ഈ പറയുന്ന പിന്നെ ശ്വാസഗതി ഈ അനുസൃതമായ രീതിയിൽ ചിലപ്പോ ഒന്ന് കൊള്ളുമ്പോഴാണ് പറ്റുന്നത്. അത് ചിലപ്പോ ചില ഫൈറ്റിലൊക്കെ കാണാം, കഴുത്തിനൊക്കെ പറ്റി വീണ് പോകണം. റൂസിലാണ് ഞാനിപ്പോ ഇത് വന്നതിന് ശേഷം ഞാനത് ആ ഫൈറ്റിംഗ് ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. ഇതിന് ശേഷം ഈ ഇന്റർവ്യൂവിന് ശേഷം അപ്പൊ ചില കാര്യങ്ങള് ബ്രൂസ്ലി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അടി വരുമ്പോ കുഴഞ്ഞു പോകുന്നുണ്ട്, ബേക്കോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ ഇവർ അഭിനയിക്കുകയും ചെയ്യുന്ന പറയുന്നത്, പറ്റിയതായിട്ട് അഭിനയിച്ചിട്ട് അവനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീണ് കൊടുക്കുന്ന അവന്റെ മനസ്സിനൊരു അപ്പൊ അതിന്റെ അടിസ്ഥാനം അപ്പോഴാണ് ഇവന്റെ പ്രതിരോധം നല്ല രീതിയിൽ മനസ്സും ശരീരം ഒരുപോലെ സജ്ജമായിരിക്കണം. അതാണ് അതിന്റെ. അപ്പൊ ഈ നമ്മൾ ആദ്യം ചർച്ച തുടങ്ങിയ ഒരു പോയിന്റിലേക്ക് വന്നാല് ഇപ്പൊ ഈ പറഞ്ഞ കരുണൻ ഗുരുക്കൾ വാസുദേവ ഗുരുക്കളുടെ ഒക്കെ ആ ഒരു പിന്നെ ആ പവർ മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതും ആ ടൈമിങ്ങും മറ്റ് ശക്തി വികേന്ദ്രീ ഇതെല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ഗുരുക്കന്മാർക്കും ഉള്ള കഴിവുകളൊക്കെ തന്നെ. നമ്മുടെ എനിക്കറിഞ്ഞ 2 ഗുരുക്കളെയാണ് ഞാൻ പറഞ്ഞത്.
കളരിപ്പയറ്റിൽ ആകമാനം ഇത്തരം ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഒക്കെ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇവരൊക്കെ ഇത് ശിഷ്യരിലേക്ക് പകർന്ന് നൽകുന്നില്ലെന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവര് ഈ കളരിപ്പയറ്റ് ലോകത്തിലെ യുവാക്കളില് ഈ ഒരു ഫൈറ്റിങ്ങിന് ഇറങ്ങാനുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കില്ലാത്ത, എന്നാൽ ഇവരുടെ ശരീരത്തിൽ ഇത് സ്വാംശീകരിക്കപ്പെടുന്നുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ ഇതിന്റെ അത് ഞാൻ പറയുന്നത് ഉൾക്കരുത്ത് എന്ന് പറയുന്ന ഒരു കരുത്ത്, 4 കരുത്തുകളെ പറ്റിയിട്ട് ഇവിടുത്തെ ഗ്രന്ഥങ്ങളിലും കാര്യങ്ങളിലും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകത്തിലും അതിന്റെ ഇതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട മെയ്ക്കരുത്ത് പോലെ തന്നെയാണ്, അതിനേക്കാൾ പ്രധാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അത് ഉൾക്കരുത്ത്, മനസ്സിന്റെ കരുത്ത്. സംശയത്തോടു കൂടിയാണ് ഒരാളെ നമ്മൾ ഈ തല്ലാനോ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ സമീപിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും അവിടെ വിജയിക്കാനാവില്ല. നമ്മളത് ഒരാളുമായിട്ട് നമ്മൾ നേരിടുമ്പോൾ ഇന്നത് എനിക്ക് ഇവിടെ ഇവനെ വേദനയാക്കണം എന്ന് നിർബന്ധമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തിരിക്കും ഇന്ന ഒരു പ്രയോഗം വിചാരിച്ചാൽ ആ പ്രയോഗം തന്നെ ചെയ്തിരിക്കും, കൊള്ളിച്ചിരിക്കും. അത് ഈ ഇദ്ദേഹത്തിന്റെ നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും വിശ്വാസം എനിക്കില്ല ഇപ്പോഴും. അങ്ങോട്ട് ഒരു പ്രയോഗം വന്നാൽ മാത്രമേ തടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പ്രയോഗിക്കാനുള്ള വിദ്യയെ നമുക്കുള്ളൂ. അങ്ങനെയാണ് വായ്ത്താരി തടുത്ത് ഇതെല്ലാം ഇതിനകത്തുള്ളൂ. ഞാനിന്ന് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഈ വർത്തമാന കാലത്ത് എന്തുകൊണ്ട് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഈ ഇവരെല്ലാം വിചാരിക്കുന്നത് വിവരം കേട്ട ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയില്ലാത്ത നല്ലൊരു ജനവിഭാഗമാണ് ഇന്നത്തെ. ഞാൻ പറയുന്നത് ഇപ്പോ ഇവരെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ ഇപ്പം ആൽക്കഹോൾ ഉപയോഗിക്കാത്ത രീതിയിൽ ആണ് കളിയിൽ വേണ്ടത്. അപ്പൊ അത് കൊണ്ട് അത് ആ ഒരു രീതിയിൽ നിങ്ങൾ അനുഭവിക്കണം, ആ രീതിയിൽ വരാൻ പാടില്ല. ഗുരുക്കൾ കാണില്ലല്ലോ, ഇന്ന് ലേശടിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരാന്ന് അതിനകത്ത് ബഹുഭൂരിപക്ഷം. അങ്ങനെയുള്ള പല അഡിക്ഷനും വിധേയമായി നടക്കുന്ന കുട്ടികളാണോ? അപ്പൊ ഇത്തരം കുട്ടികൾക്ക് ഇന്ന് എന്തെല്ലാം മൂല്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ബഹുമാനം, ആദരവ്, ഭക്തി, ഇത്തരത്തിലുള്ള യാതൊരു വിധ ഇതില്ലാതെ വെറുതെ എല്ലാവരും തീർച്ചയായിട്ടും. അല്ല, ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നു, റോഡ് ഫുട്പാത്ത് കൂടി നടന്നു ഉടയുമല്ലായിട്ട് ഒരു ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരൻ അങ്ങനെ ഇങ്ങോട്ട് മോട്ടോർ സൈക്കിളിൽ വരും. എന്റെ ഭാഗം ഓരോ ചേർന്നിട്ട് 4-5 പെൺകുട്ടികൾ കൂടുന്നുണ്ട്. അപ്പൊ ഇവരുടെ മുന്നിൽ നിന്ന് ഓരോരോ സ്റ്റൈലാക്കല, 2 കൈയും വിട്ടിട്ട് ഒരു മുടിയാക്കൽ, അങ്ങനെ ഇത് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു, ഇവിടെയായിട്ട് വീണിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ രീതിയിൽ ഞാൻ പറഞ്ഞു. കുറെ അങ്ങോട്ട് പോയിട്ട് മടങ്ങി വന്ന് ഇതിന്റെ സ്പീഡ് കുറച്ചിട്ട് മടങ്ങിയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിങ്ങളെന്താ കാണിക്കുന്നത്? ഇവൻ പിന്നെ ഈ ഓടുമലും ഞാൻ ഫുട്പാത്തിന്റെ വയരത്തിലുള്ളത്. ഞാൻ വിചാരിക്കും ഇപ്പൊ ഇവനെന്തൊക്കെ ചെയ്യേണ്ടവര് ചെയ്താൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അന്നേരത്തൊരു വാഹനം എന്റെ നിർഭാഗ്യത്തിന് ഇവന്റെ മേലെ കാര്യം പോവുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ ആലോചിച്ചിട്ട് അപ്പൊ അല്ല അത് നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കും. നമ്മളെ പ്രായവും നമ്മളെ പിന്നെ കോടതി, നിയമം, ജയില്, പോലീസ്, ഇതൊക്കെ നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. പണ്ടത്തെ ഞാനാണെങ്കിലും ഓടുമ്പോ കിടക്കൂടി ചിലപ്പോ ഇത് പറ്റിയും പോകും. എന്റെ കാലിന്റെ അടുത്ത് അവനുള്ളത്. എന്റെ കാലിന്റെ ഞാൻ പോടാക്കി നീ ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ ഈ രക്തം ഞാൻ കാണണ്ടേ? ഇനി ചെറിയ സ്റ്റൈൽ കാണിച്ചാൽ മതിയാ. കൂടാ ഇത് വലിയ അപ്പാട് സ്റ്റാർട്ട് ചെയ്ത് തിന്നു.
മുമ്പാണെങ്കിൽ ചെയ്താനെ, മുമ്പാണെങ്കിൽ ഞാൻ ചെയ്തായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കേട്ട് നിൽക്കാനാവില്ല. ഇവരുടെ ധിക്കാരുണ്ടല്ലോ, പിന്നെ മടങ്ങി വന്ന ധിക്കാരം അന്നേരം തന്നെ കൊടുക്കണമെന്ന്. പിന്നെ ഞാനിങ്ങനെ അസ്വസ്ഥയാന്ന്, ഒന്നും കൊടുത്തില്ലാലോ, ഒന്നും കൊടുത്തില്ലാലോ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിന്. അത് ഇതുണ്ടായി, ഇനിയും വേറെ ആരെങ്കിലും മുന്നിലെല്ലാം ചെയ്യല്ലോ എന്നുള്ള രീതി. അതാണ്. എന്തായിരിക്കും തിരിച്ചു പോയത്? അത്ര കാര്യമായിട്ട് വന്നിട്ട് എന്തോ അറിയില്ല. യാതൊരു കുലുക്കുമില്ല. എന്റെ രക്തം ഞാൻ കാണണ്ടേ, ഒരു വാക്കിൽ പറഞ്ഞു നിർത്തി. എന്റെ രക്തം ഞാൻ കണ്ടുവരുമല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞേ, ഇനി പെൺകുട്ടികളെ മുന്നിൽ സ്റ്റൈലാക്കുന്നില്ലല്ലോ. അപ്പൊ ഇതൊരു യുവാക്കൾക്കുള്ള സന്ദേശമാണ്. നമ്മൾ ചാടിക്കേറി അടിക്കാതെ ഒരു വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റും. പെൺകുട്ടികൾക്കല്ല ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ക്ലാസ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ. ഒരു നോട്ടത്തിൽ, ഒരു തീഷ്ണമായ നോട്ടത്തിൽ ഇവരെ മനസ്സിലാക്കി കൊടുക്കുക. വെള്ളം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ ഈ ചൊറിച്ചല് എന്നുള്ള രീതിയിൽ ചൊറിയാതന്നെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കും, ചെയ്യണം. പിന്നെ ഉച്ചത്തിൽ എന്താടാ തനിക്ക് വേണ്ടതെന്ന് ചോദിക്കണം ഉച്ചത്തിൽ. അപ്പൊ കുറച്ച് ആൾക്കാർ കേൾക്കുന്നത്, കുറച്ച് ഉൾക്കൊള്ളവരാണെങ്കിൽ വളരെ പോയിക്കോളും. പിന്നെയും നിൽക്കുന്നതാണെങ്കിൽ ഒന്ന് ചിരിക്കുക. സന്തോഷമാണ് എനിക്ക് എന്നുള്ളത്. കുറച്ച് കൂടി ചേർന്ന് നിന്നോടത്ത് ഒരെടുത്ത് കുറച്ച് ഒറ്റടിക്കുക. എങ്ങനെയായിരിക്കും അത്? അന്നേരം തോന്നും പറഞ്ഞോളൂ, അന്നോന്നോ എന്തെങ്കിലും ഒരു പോയിക്കോളൂ. അപ്പൊ നമ്മുടെ ഇത് തന്നെയാ വന്നത്. ഞാൻ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നത് അതാ. ഇപ്പൊ പെൺകുട്ടികൾ ചെറിയ കൈ അടുത്ത ഡിസ്റ്റൻസ്, നല്ല ഡിസ്റ്റൻസിൽ ഓങ്ങലും കാര്യങ്ങളൊന്നുമില്ല. ഇതല്ലേ അത്രേ ഉള്ളൂ. ഓരോ ചേർന്നെങ്കിൽ നിർത്താനുള്ള സുഖം ഉണ്ടാവും. കുട്ടി എനിക്ക് വഴങ്ങി എന്നുള്ള രീതിയിലുള്ള. അപ്പൊ ചേർന്ന് നിങ്ങൾക്ക് തോന്നുകയല്ലോ, അന്നിട്ടാല് നല്ല രീതിയിൽ. അപ്പൊ നേരത്തെ പറഞ്ഞാൽ അവന്റെ മാനസികാവസ്ഥയിൽ പിന്നെ ഒരു മാറ്റവും വരും, കൊടുക്കുന്ന പറ്റുകയും ചെയ്യും. ഇതുപോലെ പറയാ, ഇതുപോലെ ഉള്ള ജനറേഷനാണ് ഇപ്പൊ കലികാല യുഗമായ എന്ന് നേരത്തെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കൊടുക്കാം. ഇങ്ങോട്ട് വരാൻ കാക്കണ്ട, ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് ചെയ്യാം എന്ന രീതിയിൽ നമ്മളിപ്പൊ കാത്തു നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഈ കുട്ടികള് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ അറിയില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ കഞ്ചാവ് അഡിക്ട്സ് ആയിട്ടുള്ളവരുടെ കരുതുന്ന ചെറിയ ആയുധങ്ങള്, ചെറിയ ഈയിടെ പോലീസുകാർക്ക് വരെ പറ്റി, ആരുപേർക്ക് കുത്തുപറ്റി. അപ്പൊ കലികാല യുഗമായതുകൊണ്ട് നമ്മൾ അവൻ ഇങ്ങോട്ട് ചെയ്ത് നോക്കാതെ അവൻ ചെയ്യുന്നു തോന്നിയാൽ ഇവിടെ നാം ചെയ്യേണ്ടതാണ് എന്നൊരു തീരുമാനം നമുക്കുണ്ടാവും. അല്ല, അവൻ ചെയ്യുന്നു തോന്നിയാൽ നമ്മൾ വിടണ്ട, ഓൻ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കാലാം എന്ന് വിചാരിക്കേണ്ട കാലമല്ല ഇത്. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റേത് ശിഷ്യരിലേക്ക് പകർന്ന് നൽകാഞ്ഞിട്ടല്ല, അവരിൽ ആത്മവിശ്വാസവും. അപ്പൊ പിന്നെ മുമ്പത്തെ കാലത്ത് നിങ്ങൾ പരസ്പരം വെറുങ്കൈ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വെറുങ്കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തടുക്കും, അതിനൊഴിവുണ്ടാവും, അതിന് ഇതുണ്ടാവും. അപ്പൊ അവിടെ ഈ ഇടിക്കൈയും ചെയ്യണം, അതിനെന്ത് ചെയ്യണം. ഇപ്പൊ ഇപ്പോഴത്തെ തലമുറ ഞാനൊരു കളരിയിൽ വെച്ചിട്ട് ഇപ്പറത്തെ സ്പാറിങ് നമ്മളിപ്പറത്തെ വെറുങ്കയിൽ പരസ്പരം ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ഇടിക്കണ്ട, നിങ്ങൾ തൊട്ട് ശ്രമിക്കുക, തൊടാൻ ശ്രമിക്കുക. ഓരോ ഭാഗത്തും തൊടാൻ ശ്രമിച്ചിട്ട് അത് തട്ടി ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ. എന്നിട്ട് അതിന്റെ മാർക്ക് ഇവിടെ തൊട്ട് ഇവിടെ കൂടുതൽ പോയിന്റ് ആ രീതിയിൽ നോക്കുക. അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിന്റെ രീതിയിൽ ചെയ്തു നേരത്തെ എന്താ, ഒരുത്തിന് മൂക്കുന്ന ചോര, ഒരുത്തിന് പല്ലും വന്ന് ചോര, തൊടുന്നല്ല. ഇത് സ്പീഡാകുമ്പം ഓരിക്കും കൂടി നിയന്ത്രിക്കാണ്ടങ്ങ് ചെല്ലുന്നേ. ഇപ്പൊ തൊടുന്നതാ, ഇവിടെ മൂക്കിന് ഇങ്ങനെ എന്ന് പറയാ, അങ്ങനത്തെ ചോര വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുണ്ടിന് ആകുമ്പോ പല്ല് ചോര വരും. അപ്പൊ ഇത് സ്പീഡാകുമ്പോ
കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്ത് നിയന്ത്രിക്കുക അത് കൈയുടെ നിയന്ത്രണം. കൈയുടെ ഏറ്റവും സാവധാനത്തിൽ എത്തുകയും സാവധാനത്തിൽ ചെയ്യാനും നമ്മൾ പഠിക്കണം. ഏറ്റവും വലിയ വേഗതയിലും ചെയ്യാൻ പഠിക്കണം. അതാണ് കൈയിന്റെ നിയന്ത്രണം. അത് അങ്ങനെ പഠിക്കണം. അപ്പൊ ഈ കൈയുടെയും കാലിന്റെയും ഈ വേഗതയും ശക്തിയും പിന്നെ അതുപോലെ ദിശയും ഒക്കെ എല്ലാം കളരിപ്പയറ്റിലുണ്ട് എന്ന് നേരത്തെ ആ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട്. നമ്മള് വിദ്യാർത്ഥികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കറക്റ്റ് ആയിട്ട് അത് ചെയ്യിപ്പിച്ചു കൊടുത്താൽ നല്ലൊരു ഫൈറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്താം. പക്ഷെ ഞാനതിനും എനിക്ക് സംശയമാണ്. കാരണം ഞാൻ പറയുന്ന രീതിയിലുള്ള ദിശയും സമയവും മുമ്പങ്ങനെ പറയില്ല. ഇപ്പൊ മനസ്സിലാക്കി വീർപ്പിന് മുമ്പ് ചെയ്യുക. ടൈമിങ് അത് പ്രധാനമാണ്. അത് പറ്റാതിരിക്കാൻ ഒരു കാരണവുമില്ല. പറ്റിയിരിക്കും ശ്വാസോച്ഛ്വാസം കഴിക്കുന്നവനാണെങ്കിൽ. അത്